ധനിഷ, ഇതെൻ്റെ ഭർത്താവ് രഞ്ജിത്ത്, എൻ്റെ മകൻ ഋദ്വേദ്. എനിക്ക് ഈശോയിൽ നിന്നും മാതാവിൽ നിന്നും കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങൾ പറയാനാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് 2019 ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നിരുന്നത്. അപ്പോൾ അത് ഞാൻ ശരിക്കും ഞാൻ പ്രാർത്ഥനയും അതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. പിന്നെ എനിക്ക് ചില സാഹചര്യങ്ങൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ വന്ന കാരണം ചെറിയൊരു ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് അന്ന് ശരിയായില്ല. എന്നാലും ഞാൻ നേർച്ച വസ്തുക്കളും എല്ലാം ഉപയോഗിച്ചിരുന്നു. പക്ഷേ എനിക്ക് 10ാം വർഷം എനിക്ക് മാതാവും ഈശോയും ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്കൊരു നല്ല മകനെ തന്ന് അനുഗ്രഹിച്ച് അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. പിന്നെ അതിനുശേഷം എനിക്കിപ്പോൾ കഴിഞ്ഞ വർഷം കാലിന് ഭയങ്കര വേദനയായിരുന്നു. അപ്പം അത് ഡോക്ടറെ കാണിച്ചപ്പം അത് എല്ലിലൊരു സിസ്റ്റ് ഉണ്ട് അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അത് വേറെ ഭയങ്കര വിഷമമുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു പോയിരുന്നത്. പക്ഷേ അപ്പോഴേ ഞാനിത് മാതാവിനോട് ഉടമ്പടി എടുത്തോളാം എന്നും സാക്ഷ്യം പറഞ്ഞോളാം എന്നും പറഞ്ഞിരുന്നു. അതിൻ്റെ ഫലമായി ഞാൻ ഇവിടുന്ന് വന്ന് ഉടമ്പടി എടുത്ത എല്ലാ നേർച്ച വസ്തുക്കളും മുടങ്ങാതെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ ആ അസുഖം പൂർണ്ണമായും സൗഖ്യപ്പെട്ടു. ഒരു കുഴപ്പമില്ല. കഴിഞ്ഞ ആഴ്ച ഡോക്ടറെ കണ്ടിരുന്നു. ഡോക്ടർ പറഞ്ഞത് എല്ല് പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. വളരെ സൂക്ഷിക്കാനാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ എൻ്റെ എല്ല് പൂർണ്ണമായും കട്ടിവെച്ച് ഒരു കുഴപ്പമില്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് മരുന്നുകളൊന്നും ഞാൻ ഉപയോഗിച്ചിരുന്നില്ല. ഇപ്പോൾ ഞാൻ ആ നേർച്ച വസ്തു ഉപയോഗിച്ചതിൻ്റെ ഫലമായി എനിക്ക് എൻ്റെ എല്ല് പഴയതുപോലെ തന്നെ പൂർണ്ണമായും കട്ടിയായിട്ട് എനിക്ക് അത് ഈശോയും മാതാവും എനിക്ക് അതുപോലെ തന്നെ തിരിച്ച് തന്നിരിക്കുകയാണ്. അതിൽ എനിക്ക് ഈശോയോടും മാതാവിനോട് ഒത്തിരി നന്ദിയുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്നത് ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ മേടിച്ചിട്ട് ഞാൻ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി ഈശോയോടും മാതാവിനോടും പറഞ്ഞ് നമുക്ക് അത്രയും തോന്നുന്ന ആൾക്കാർക്ക് നമ്മൾ നല്ല ആവശ്യമാണെന്ന് തോന്നുന്ന ആൾക്കാർക്ക് നമ്മളെ പത്രങ്ങൾ നൽകുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ പൈസയായിട്ടായാലും പിന്നെ ഭക്ഷണം നമ്മൾ വഴിയരികിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ പൊതിച്ചോറൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ കൊടുക്കുമായിരുന്നു. എനിക്ക് കാലുകൊണ്ട് വയ്യാതിരിക്കുന്ന കാരണം കൂടുതൽ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ഈശോയ്ക്കും മാതാവിനും ഞാൻ വാക്ക് കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഈശോയെ മഹത്വപ്പെടുത്തുന്നതിനും മാതാവിനും വേണ്ടി ജീവിക്കുന്ന ഒരാളായി മാറും. എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദിയുണ്ട്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം തിരുവചനം. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. എൻ്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ധനിഷ തൻ്റെ ജീവിത പങ്കാളി രഞ്ജിത്തിനോടൊപ്പം തങ്ങൾക്ക് 10 വർഷത്തിന് ശേഷം യാതൊരു ട്രീറ്റ്മെൻറ്റും ഫലിക്കാതെ ഇവർക്ക് ദൈവം മാത്രം നേരിട്ട് നൽകിയ ഒരു കുഞ്ഞുമായിട്ടാണ് ഇവരിവിടെ നിന്ന് സാക്ഷ്യം പറയാനായി എത്തിയിരിക്കുന്നത്. പരിശുദ്ധ ദൈവമാതാവിനും കൃപാസന മാതാവിനും ഈശോയ്ക്കും ഇവർ 1000 നന്ദി പറയുന്നതിന് കാരണം വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഏറ്റു പറയാനാണ്. ജോസഫച്ചൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഉടമ്പടിക്ക് ഒരു ഒഴുക്കുണ്ട്, നമ്മളതിൻ്റെ കൂടെ ഒഴുകിയാൽ മതി. വിശ്വാസ പ്രാർത്ഥനയും വിശ്വാസ ജീവിതവും വിശ്വാസ കൈമാറ്റവുമാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളതെന്ന് അച്ഛൻ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈശോയെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. ഈശോ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയപ്പോൾ ശിഷ്യന്മാർ ചോദിച്ച ഒരു ചോദ്യമാണ്, ഇവൻ ആരാണ്? ഇതുപോലെ തന്നെ നിങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ഈശോ ചോദിക്കുന്നുണ്ട്. നാം ഓരോരുത്തരും അതിന് ഉത്തരം പറയേണ്ടത് നീ പത്രോസ്ലിയ പറഞ്ഞതുപോലെ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്നു, നീ മിശിഹായാകുന്നു എന്ന് ഏറ്റുപറയാനുള്ള ഒരു ചങ്കൂറ്റവും ധൈര്യവുമാണ് നമുക്ക് ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിക്കുന്നത്. നമുക്കെപ്പോഴും നന്ദിയുള്ളവരായിരിക്കാം. 10 വർഷത്തിന് ശേഷം ഒരു കുഞ്ഞിനെ ലഭിക്കുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. കൃപയിലാണ് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സാധ്യതകളും ലഭ്യമാകുന്നത്. കാരണം നമ്മുടെ എന്തൊക്കെ തന്നെ കുറവുകളുണ്ടായാലും പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് നാം എപ്പോഴാണോ അടിയറ വയ്ക്കുന്നത്, നമ്മുടെ എല്ലാ സ്റ്റാറ്റസിനെയും ലോ ചെയ്ത് ദൈവനാമം മഹത്വപ്പെടാനായി നാം എപ്പോഴെല്ലാം
പ്രവർത്തിക്കുന്നു, അപ്പോഴെല്ലാം ദൈവം നമുക്ക് വേണ്ടി നമ്മെ മഹത്വപ്പെടുത്തുമെന്ന് പിതാവിൻ്റെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവരെല്ലാം ഞാൻ പിതാവിൻ്റെ മുമ്പിൽ നിങ്ങളെയും ഏറ്റുപറയുമെന്ന് ഈശോ നമ്മോട് അരുളി ചെയ്തിട്ടുണ്ട്. നമുക്ക് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തരായിരിക്കാം. ഈശോയും പരിശുദ്ധ അമ്മയും ഇവർക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.